ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിൻ്റെ പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും വളരെ ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ് അല്ലേ? എല്ലാവരും പറഞ്ഞതനുസരിച്ചവർക്കൊക്കെ ഹാപ്പിയാണ്, അല്ലാത്തവരുടെ കാര്യം എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പം എന്താണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്? ഇന്നത്തെ പ്രൈസ് ആക്ഷൻ നമുക്ക് നോക്കാം അല്ലേ? മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഇന്നും അതുപോലെ തന്നെ ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തു അല്ലേ? ഓപ്പൺ ചെയ്ത് ഗ്യാപ് ഡൗൺ അല്ല, ഇന്ന് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു അല്ലേ? നമുക്കിന്ന് വെരി ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു മാർക്കറ്റ്. ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം മാർക്കറ്റ് പതിയെ താഴോട്ട് വന്നു. പക്ഷെ താഴോട്ട് വന്നപ്പം എൻ്റെ എന്ന് വെച്ചാൽ ഒരു മിനിറ്റ് പെൻസിലൊന്ന് ഓണായിക്കോട്ടെ. മാർക്കറ്റ് പതിയെ ഇവിടുന്ന് താഴോട്ട് വന്ന് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തു. അപ്പം എപ്പോഴും നമ്മൾ മാർക്കറ്റിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യുന്ന ദിവസം നമ്മൾ മാർക്കറ്റിനെ ശരിക്കും സൂക്ഷിക്കണം. മാർക്കറ്റ് എങ്ങോട്ടെങ്കിലും ഒരു സൈഡിലോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ, എപ്പോഴായാലും ഏത് സാഹചര്യത്തിലായാലും മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യുമ്പം മാർക്കറ്റ് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് വയലൻ്റായിട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ അങ്ങനെയാണ് പ്രീവിയസ് ചാർട്ടൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എപ്പോഴും ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഒരു വയലൻ്റ് മൂവിനുള്ള സാധ്യത വളരെ കൂടുതൽ. ഇവിടെ അത് തന്നെയാണ് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു. ഇവിടെ അതാണ് സംഭവിച്ചു. മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നല്ലൊരു ഫോള് മാർക്കറ്റ് തന്നു. ഓക്കെ, ഇതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ നമുക്കിനി എൻ്റെ പ്രൈസ് ആക്ഷൻ ഒന്ന് നോക്കാം, എന്താ അവിടെ സംഭവിച്ചതെന്ന് നോക്കാം. ഓക്കെ, മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തു, ഒരു ക്യാൻഡിൽ താഴെ വീണു, അടുത്ത ക്യാൻഡിൽ വന്നു, നമ്മുടെ ബോർഡർ ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്തു ഇല്ലേ? നമ്മൾ ഇതിനകത്താണ് നമ്മൾ പറഞ്ഞത്, ഇതിനകത്ത് എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അതിനുശേഷം അടുത്ത ക്യാൻഡിൽ വന്ന് സപ്പോർട്ട് എടുത്ത ശേഷം ഇവിടുന്ന് ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഇങ്ങോട്ട് ഫോം ആയത്. ഗ്രീൻ ക്യാൻഡിൽ ആദ്യം മോളോട്ടാണ് പോയത് ഇല്ലേ? ഗ്രീൻ ക്യാൻഡിൽ പോയതിന് ശേഷമാണ് ഇത് എന്ത് ചെയ്തേ, ഒരു റെഡ് ക്യാൻഡിൽ ആയിട്ട് ഫോം ആയത്. അപ്പോൾ ഈ റെഡ് ക്യാൻഡിലായിട്ട് ഫോം ആയപ്പം ഇവിടെ എന്താ സംഭവിച്ചത്? നമുക്കിവിടെ ഒരു എൻട്രി ഇല്ല. നോക്കിയാൽ നമ്മുടെ ക്രൈറ്റീരിയ ഇവിടെ ഫുൾഫില്ലായോ? എന്താണ് ഇത്? 50-50 ആണ്. 50 മുകളിൽ എന്താണ് ഒരു വിക്കും, താഴെ ഒരു 50% ബോഡി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, ഇവിടെ ഒരു എൻട്രി ഇല്ല. ഓക്കെ, അത് കഴിഞ്ഞല്ലോ, അത് കൺഫേം ആയല്ലോ. അടുത്ത ക്യാൻഡിൽ വീണു. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഒന്നുകിൽ ഇത് റീടെസ്റ്റ് ചെയ്ത് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഒരു ക്യാൻഡിൽ ഫില്ലായിട്ട് വേണം നമുക്കിവിടെ ഒരു ട്രേഡ് എടുക്കാൻ. പക്ഷേ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. ഓക്കെ, അടുത്ത ക്യാൻഡിൽ നോക്കിക്കേ. അടുത്ത ക്യാൻഡിൽ വീണ്ടും ഒരു വലിയ ക്യാൻഡിൽ അല്ലേ? അപ്പോൾ ഇത്രയും വലിയൊരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞു. അപ്പം ഇവിടുന്ന് ഇവിടം വരെ ഓൾറെഡി ഒരു 50 പോയിന്റോളം ഓൾറെഡി ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞു ഇല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രേഡിന് പോസിബിലിറ്റി ഇല്ല. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നടുക്കിട്ട് കൊണ്ട് ഒരു ട്രേഡ് എടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പം ഇവിടെ നമുക്കൊരു ട്രേഡ് ഇല്ല. എങ്ങനെ എടുക്കാൻ പറ്റും? കാരണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇവിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്തെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഭയങ്കര സ്റ്റോപ്പ് ലോസ് ആയിരിക്കും നമുക്ക്. അപ്പോൾ നമുക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നഷ്ടം വരും. അപ്പോൾ നമുക്ക് അൺസഹിക്കബിൾ ആയിരിക്കും ലോസ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യില്ല, ട്രേഡ് ചെയ്തില്ല. അപ്പം എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളുടെ സെറ്റപ്പിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. നമുക്കൊരു സെറ്റപ്പ് ഉണ്ട്. നമ്മുടെ സെറ്റപ്പ് എന്തുവാ? മാർക്കറ്റ് ഇവിടെ വന്നു, ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 മിനിറ്റിന് ക്യാൻഡിലൂടെ ഫുൾ ക്ലോസിങ് കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമുക്കൊരു ട്രേഡ് എടുക്കാം. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ് ഇല്ലേ? പക്ഷേ ആ കൺസെപ്റ്റ് ഇവിടെ ഫുൾഫില്ലായില്ല. മനസ്സിലായോ പറഞ്ഞേ? ഫുൾഫില്ലായോ? ഇല്ല. അപ്പോൾ മാർക്കറ്റ് പിന്നെ വിട്ട് താഴോട്ട് വന്നു. അപ്പോൾ നമുക്കൊരു ട്രേഡ് ഇല്ല. പിന്നെ നമ്മൾ അടുത്ത ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. നമുക്ക് എങ്ങനെയാണ് അടുത്ത ഓപ്പർച്യൂണിറ്റി? 22,788 നമ്മുടെ അടുത്ത സപ്പോർട്ടർ അല്ലേ? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. അവിടെ വരെ വന്നിട്ട് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ മാർക്കറ്റ് പതുക്കെ താഴോട്ട് വന്നു. ക്ലിയർ ആയിട്ട് വന്ന് ഇതൊരു റെഡ് ക്യാൻഡിൽ. ഈ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് നമ്മുടെ സപ്പോർട്ടിൽ വന്ന് തട്ടി നേരെ തിരിച്ച് റിവേഴ്സ് ചെയ്തു ഇല്ലേ? തിരിച്ച് റിവേഴ്സ് ചെയ്ത് ഒരു ഗ്രീൻ ക്യാൻഡിലൂടെ ഫോം ആയി. നോക്കിക്കേ, ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിലൂടെ ഫോം ആയി ഇല്ലേ? നല്ലൊരു റിജക്ഷൻ പ്ലസ് ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയി. അപ്പം ഇതിനർത്ഥം എന്താ? ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ഒരു റിവേഴ്സൽ ചാൻസ് നമുക്കുണ്ട് ഇല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എസ് എൽ നമുക്ക് ഇവിടെ വെക്കാം. നമ്മൾ ഈ 22,788 അല്ലെങ്കിൽ 22,780 എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു SL ഇട്ടിട്ട് നമുക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞിവിടെ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് നോക്കാം. ഇവിടുന്ന് ഒരു പുൾ ബാക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് നോക്കാം എന്ന് ഞാൻ പറഞ്ഞു. ഇത് ഇവിടുന്ന് താഴോട്ട് വന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ഇത് മുകളിൽ പോയി ക്ലോസ് ചെയ്തത് ഇല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രേഡ് ഞാൻ പറഞ്ഞു, ഒരു പുൾ ബാക്ക് വരുമ്പോൾ നമുക്കൊരു ട്രേഡ് എടുക്കാം. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ
ഒരു ട്രേഡ് എടുക്കും, നമുക്കൊരു എസ് എൽ ഉണ്ട് ഇല്ലേ, ഒരു ചെറിയ എസ് എൽ നമുക്ക് കൂടെ ഉണ്ട്. ഓക്കെ, മാനേജബിളാണ്. അപ്പോൾ നമുക്ക് ഈ ട്രേഡ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ഒരു ട്രേഡ് എടുക്കുമ്പോൾ ആ ട്രേഡ് നമുക്ക് മാനേജബിൾ ആണോ എന്ന് നോക്കണം. എവിടെയെങ്കിലും കൊണ്ട് നടുക്കടലിൽ കൊണ്ട് ട്രേഡ് എടുത്തിട്ട് നമുക്ക് അന്തവും കുന്തവും ഇല്ലാതെ പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ട്രേഡിന് എൻട്രി എടുക്കുമ്പം ആ ട്രേഡ് നമുക്ക് മാനേജബിൾ ആണോ എന്ന് നോക്കണം. ഇവിടെ നമുക്ക് മാനേജബിൾ എന്താണ് കാര്യം, നമുക്ക് ഇവിടെ എസ് എൽ ഉണ്ട്, ഇവിടെ ഒരു വിക്ക് കിട്ടി ഇല്ലേ, ഒരു എസ് എൽ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സപ്പോർട്ട് എസ് എൽ വെച്ചിട്ട് സപ്പോർട്ടർ തൊട്ട് താഴെ ഒരു എസ് എൽ വെച്ചിട്ട് നമുക്കൊരു ട്രേഡ് പോകാം. അഥവാ വന്നാലും നമുക്ക് ഇവിടെ എത്ര ലോസേ വരത്തുള്ളൂ. ലോസ് നമ്മുടെ ലിമിറ്റഡാണ്. നമ്മുടെ ലോസ് എന്താണ്, ലിമിറ്റഡാണ്. മനസ്സിലായി പറഞ്ഞേ. അപ്പം നമുക്ക് വലിയ നഷ്ടം വരത്തില്ല. ലാഭം കിട്ടുവാണെങ്കിലോ ഇത്രയും വരെ നമുക്ക് നോക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇവിടെ ഒരു ട്രേഡ് എടുത്തു. എല്ലാവരോടും ഞാൻ പറഞ്ഞു, മാർക്കറ്റ് നേരെ പോയി അടുത്ത ക്യാൻഡിൽ ഗ്രീൻ കിട്ടി, അടുത്ത ഗ്രീൻ കിട്ടി, അടുത്ത നല്ലൊരു ക്യാൻഡിൽ കിട്ടി, പിന്നെ അടുത്ത ഗ്രീൻ കിട്ടി. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു, നിങ്ങളുടെ ഇവിടം വരെ വന്നപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു, നിങ്ങളുടെ എസ് എൽ എന്ത് ചെയ്ത് ബൈ പ്രൈസിലോട്ട് കൊണ്ടുപോക്കുക. ബൈ പ്രൈസോ എവിടെയെങ്കിലും കൊണ്ട് നമുക്ക് കോസ്റ്റോ അല്ലെങ്കിൽ ചെറിയ നഷ്ടത്തിലോ വല്ലതും കൊണ്ട് നമ്മൾ അതൊക്കെ അവരവരുടെ മനോധർമ്മമാണ്. മനസ്സിലായില്ലേ? ഓരോരുത്തരുടെ ആ ട്രേഡിങ് സ്റ്റൈൽ അനുസരിച്ചാണ് അവരത് തീരുമാനിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ നമുക്ക് ഇത്രയുമുള്ള എസ് എൽ മാറി ഇതിൻ്റെ വിക്കിന് കൊണ്ടുവെക്കാം നമുക്ക്, അല്ലെങ്കിൽ ഈ ബോഡിയുടെ താഴെ കൊണ്ടുവെക്കാം എസ് എൽ, അങ്ങനെ മാനേജ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ട്രേഡ് വിട്ടു പോയി വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ വന്നെങ്കിലും അതെന്ത് ചെയ്തു, അവിടെ അടുത്ത ക്യാൻഡിൽ വലിയൊരു പുൾ ബാക്ക് കിട്ടി. ക്യാൻഡിൽ വന്നു, നേരെ കുറച്ച് നേരം കൺസോൾട്ടേറ്റ് ചെയ്ത് മാർക്കറ്റ് നേരെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 23,000 നല്ലൊരു സ്ട്രോങ് മറുബോസു ക്യാൻഡിൽ നോക്കിക്കേ, ഒരു സ്ട്രോങ് മറുബോസു ക്യാൻഡിൽ വന്ന് മുകളിൽ ക്ലോസ് ചെയ്തു. നമ്മുടെ 23,000 മുകളിൽ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. അടുത്ത ക്യാൻഡിൽ ഇത് ഫുൾ ഗ്രീൻ ക്യാൻഡിലായിരുന്നു. നിങ്ങൾക്ക് മാർക്കറ്റിൽ ട്രേഡ് ശ്രദ്ധിച്ചവർക്കറിയാം, ഈ ക്യാൻഡിലും വെരി ഫുൾ ഗ്രീൻ ക്യാൻഡിലായിരുന്നു. ഇവിടം വരെ മാർക്കറ്റ്, അതായത് ഇവിടം വരെ 50-60 പോയിന്റ് ഉണ്ട്. ഇവിടെ ഞാൻ എൻ്റെ ട്രേഡ് എക്സിറ്റ് ആയി, നിങ്ങൾക്ക് അറിയാം. ഞാൻ ഓൾറെഡി വോയിസ് ഇട്ടായിരുന്നു ഞാൻ ഗ്രൂപ്പിൽ. ഇവിടം വരെ അത് ഗ്രീൻ ക്യാൻഡിലായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങാനുള്ള അവസരം, ഇവിടം വരെ ക്യാപ്ചർ ചെയ്ത് ഇറങ്ങാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു ഇല്ലേ. അങ്ങനെ ഫസ്റ്റ് ട്രേഡ് കഴിഞ്ഞു, ട്രേഡ് നമ്പർ 1. ഓക്കെ, പ്രോഫിറ്റും ബുക്ക് ചെയ്തു. ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടു, നിങ്ങൾക്ക് എല്ലാം വളരെ ക്ലിയർ ആയിരുന്നു ഇല്ലേ. അതിനുശേഷം രണ്ടാമത്തെ പ്രൈസ് ആക്ഷൻ നോക്കിയേ. ഞാൻ പറഞ്ഞു രണ്ടാമത് ഈ മാർക്കറ്റ് മുകളിൽ, പിന്നെ ഈ പോയി റെഡിൽ ക്ലോസ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരു ഗ്രീൻ വന്നു, വീണ്ടും ഒരു ഗ്രീൻ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഒരു റീടെസ്റ്റിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റീടെസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് നോക്കാമെന്ന് പറഞ്ഞു. ശരിയാണോ? ട്രേഡ് നമ്പർ 2 എന്താ ഞാൻ പറഞ്ഞത്, മാർക്കറ്റ് മുകളിലോട്ട് പോയി ഒരു റീടെസ്റ്റിന് ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രേഡ് എടുക്കാം. അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്ന് പറഞ്ഞു. ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു, വരച്ചു ഇട്ടു. ഇതാണ് വര, ഇവിടെ കിടപ്പുണ്ട് അതുപോലെ തന്നെ. ശരിയാണോ? അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാ ഇവിടെ റീടെസ്റ്റ് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടു, ഗ്രൂപ്പിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ടു. ഇവിടെ റീടെസ്റ്റ് വന്നു, നിങ്ങൾക്ക് എടുക്കാം എന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടുന്ന് എടുത്തവർക്ക് ഇവിടം വരെ വന്നപ്പോൾ ഞാൻ ഇറങ്ങാൻ പറഞ്ഞു. ഈ ക്യാൻഡിൽ വന്നപ്പോൾ ഞാൻ ഇറങ്ങാൻ പറഞ്ഞു. ഇനി മുട്ടണം എന്നുള്ളവർക്ക് ഇവിടെ മുട്ടിയിട്ടുമുണ്ട്, ക്യാൻഡിൽ മുട്ടിയിട്ട്. ഇവിടെ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇറങ്ങിക്കോ, ഓടിക്കോ, കിട്ടിയത് മേടിച്ചോ, വീട്ടിൽ പോയിക്കോളാം ഞാൻ പറഞ്ഞു ഓൾറെഡി. ഓക്കെ, ഇവിടെ കറക്റ്റ് മുട്ടി നമ്മുടെ ലൈനിൽ വന്ന് കറക്റ്റ് റിസൾട്ട്സ് എടുത്തിട്ട് മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ടു. ട്രേഡ് നമ്പർ 2. ഈ 2 ട്രേഡ് നമുക്കുള്ളൂ. വളരെ സുഖസുന്ദരമായിട്ട് 2 ട്രേഡും വെരി ഈസി, നമ്മുടെ സെറ്റപ്പിനകത്തുള്ള ട്രേഡായിരുന്നു. ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ഇങ്ങനെയാണ് നമ്മൾ ഒരു മാർക്കറ്റിൽ ഒരു ഓപ്ഷൻ ബയർ ട്രേഡ് ചെയ്യുന്നത്. ഇങ്ങനെയാണ്, മനസ്സിലായോ? അതായത് നമ്മുടെ സെറ്റപ്പിന് വേണ്ടി നമ്മൾ നോക്കിയിരിക്കണം ഇല്ലേ. നമ്മുടെ കൺവിക്ഷനാണ് നമ്മുടെ ട്രേഡ്. ഞാൻ എപ്പോഴും പറയും, മൈ കൺവിക്ഷൻ ഈസ് മൈ ട്രേഡ്. ഓക്കെ, അതിനകത്തിൽ ആർക്കും ഒരു ഇൻഫ്ലുവൻസും ഇല്ല. എൻ്റെ കൺവിക്ഷനാണ്. എനിക്ക് CV ഉള്ളെങ്കിൽ CV ഉള്ളൂ. നിങ്ങളിപ്പോൾ ഒരാൾ യൂട്യൂബിൽ കാണാം, അങ്ങനെ നിങ്ങൾ പറയല്ലേ മാർക്കറ്റിൽ പോകുന്നതിനൊത്ത് പോകണമെന്ന്. ഒഴുക്കിനൊത്ത് നീന്തുക എന്നുള്ളത് അത് എപ്പോഴും ആൾക്കാർ ഇങ്ങനെ ഒരു കോമൺ ഫ്രേസ് പറയും, ഒഴുക്കിനൊത്ത് നീന്തണം, മാർക്കറ്റിൻ്റെ ട്രെൻഡിനനുസരിച്ച് പോകണം. ട്രെൻഡ് ശരിയാണ്, നിങ്ങൾ ട്രെൻഡിനനുസരിച്ച് പൊയ്ക്കോ. ആ ട്രെൻഡ് നിങ്ങൾ കൺഫേം ചെയ്യണം, അവിടെയാണ് നിങ്ങൾ വിജയിക്കുന്നത്. അല്ലാതെ ചുമ്മാതെ മാർക്കറ്റ് മേലോട്ടൊരു ഗ്രീൻ ക്യാൻഡിൽ പോയി താഴോട്ടൊരു റെഡ് വന്ന് ഗ്രീൻ വന്നാൽ ഉടനെ C ചാടിക്കയറി എടുക്കുക, റെഡ് വന്നാൽ ഉടനെ ചാടിക്കയറി P എടുക്കുക. അതല്ല, അങ്ങനെ ഒഴുക്കിനൊത്ത് നീന്തുന്ന ചത്ത മീനുകളാണ്. മനസ്സിലായോ? ചത്ത മീനുകളാണ് ഒഴുക്കിനൊത്ത് നീന്തുന്നത്. ഒഴുക്കിനെതിരെ നീന്തുന്നതാണ് ജീവനുള്ള മീനുകൾ. മനസ്സിലായോ? ഒഴുക്ക് എന്ന് പറഞ്ഞ് മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ താഴോട്ട് P എടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞ സെൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മളെപ്പോഴും ആ ഒരു സെറ്റപ്പ് നമുക്ക് വരണം.
മനസ്സിലായോ പറഞ്ഞേ? നമുക്ക് ആ സെറ്റപ്പ് വന്നെങ്കിലേ ഉള്ളൂ നമുക്ക് ആ ട്രേഡിനുള്ള ആ സെറ്റപ്പ് നമ്മളുടെ വ്യൂ എല്ലാം കറക്റ്റായി വരുമ്പോൾ നമുക്കവിടെ എൻട്രി എടുക്കാം. നമുക്കവിടെ വളരെ ചെറിയ സ്റ്റോപ്പ് ലോസേ കാണത്തുള്ളൂ. ഇന്ന് ഈ എൻട്രിയും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു. ഈ 2 എൻട്രി ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഓക്കെ, അപ്പോൾ അത് 2 സക്സസ് ആകുകയും ചെയ്തു. ഓക്കെ, അപ്പം 1, 2, 3 ദിവസം നിങ്ങൾക്ക് എസ്എൽ അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു ട്രേഡ് 1, 2 ദിവസം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആ ഒരാഴ്ച നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ ദിവസവും ട്രേഡ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്ന് വെച്ചാൽ എല്ലാ ദിവസവും 9, 15 ആകുമ്പം ട്രേഡ് കിട്ടണം, അല്ലെങ്കിൽ 9, 20 ആകുമ്പം ട്രേഡ് എടുക്കണം, അല്ലെങ്കിൽ വെള്ളം അടിക്കുന്നവർ കൂട്ടാം. രാവിലെ 2 അടിച്ചില്ലെന്നുണ്ടെങ്കിൽ കൈ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. പിന്നെ അടിക്കുന്നിടം വരെ അടിച്ചു കഴിഞ്ഞാൽ ആ വിരൽ നിൽക്കും എന്ന് പറഞ്ഞ പോലെ രാവിലെ എങ്ങനെയെങ്കിലും ഒരു ട്രേഡ് എടുക്കണം. അത് ലാഭമായാലും നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ ആ പെടപ്പങ്ങ് നിൽക്കും. മനസ്സിലായോ? അപ്പം അങ്ങനെ നിങ്ങൾ വെറുതെ ഡെയിലി ഇപ്പം 25,000 രൂപ കൊണ്ട് വന്ന ഒരാളാണ്, 25,000 രൂപ കൊണ്ട് മാർക്കറ്റിൽ വന്ന ഒരാളാണെന്ന് വിചാരിച്ചു. ഓക്കെ, കൊണ്ടുവന്ന് 10,000 രൂപ ആദ്യം അങ്ങോട്ട് ഇട്ടു, കഴിഞ്ഞു. ഓക്കെ, ചിലപ്പോൾ അന്ന് 5,000 കിട്ടി, 15,000. കൊള്ളാം, ഇന്ന് 10 ഇട്ട് 5,000 കിട്ടി, 15,000 കിട്ടി. അപ്പോൾ കൊള്ളാം. അപ്പം എൻ്റെ മൊത്തം ക്യാപിറ്റൽ 30,000 രൂപയാണ്. എന്നൊരു കാര്യം, നാളെ ഒരു 20,000 വെച്ച് ട്രേഡ് ചെയ്യാം. 20,000 വെച്ച് ട്രേഡ് ചെയ്യും. ഓക്കെ, അങ്ങോട്ട് വരുമ്പോൾ 8 അങ്ങ് പോവും. ഓക്കെ, ബാക്കി എന്ത് ചെയ്യണ്ട? ബാക്കി 12 ഉള്ളൂ. ഇന്നലെ 5,000 കിട്ടിയതും കൈ ഇരുന്ന 3,000 കൂടെ പോയി. നിങ്ങളുടെ ഓരോരുത്തരുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും കാണിക്കുന്ന പണിയാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെ 4 ദിവസം 3,000 വെച്ച് കൊടുത്ത് കൈ ഇരിക്കുന്ന പൈസ മുഴുവൻ മനുഷ്യമായി പോവും. പിന്നെ മേലോട്ട് നോക്കിയിരിക്കും. മാർക്കറ്റ് ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങളുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, കൃത്യമായി ഒരു ട്രേഡിംഗ് പ്ലാൻ ഇല്ലാതെ നിങ്ങൾ ട്രേഡിന് ഇറങ്ങരുത്. ഇതൊന്നും ഇങ്ങനൊന്നും ഒരു യൂട്യൂബറും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. മനസ്സിലായി? ഇങ്ങനെ ഒരു യൂട്യൂബർ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരത്തില്ല. ഈ ഒരു സ്റ്റൈലിൽ ആരും പറഞ്ഞു തരത്തില്ല. എനിക്കിങ്ങനെ അറിയൂ പറയാൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാൻ അനുസരിച്ച് നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പ് വരുമ്പോൾ മാത്രം ട്രേഡ് എടുക്കുക. ഇല്ലെങ്കിൽ വായി നോക്കിയിരിക്കുക. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ മുഴുവൻ വായി നോക്കിയിരിക്കുമായിരുന്നു. എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. അപ്പോൾ നമുക്കൊരു സെറ്റപ്പ് വരുമ്പോൾ നമുക്ക് ഇന്ന് കണ്ടല്ലോ, ഇന്ന് എൻ്റെ പ്രോഫിറ്റ് നിങ്ങൾ കണ്ടല്ലോ, വെരി ഹ്യൂജ് പ്രോഫിറ്റ് നമുക്ക് കിട്ടി. എന്തുകൊണ്ടാണ്? നമ്മൾ ആ സെറ്റപ്പിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ കഥ കഴിഞ്ഞ് ഞാൻ കൂടുതൽ ഒത്തിരി സംസാരിച്ച് ഇനി ഇവിടെ ഒരു കഥയുടെ പറയാനുണ്ട്. അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് ചിലരൊക്കെ പി എടുത്തു, പ്രോഫിറ്റ് കിട്ടിയവർ കിട്ടി. ഈ രണ്ട് റേഞ്ചിനകത്തിൽ ഇവിടുന്ന് പി റിജക്ഷൻ വന്നപ്പോൾ പി എടുത്തവർക്ക് കിട്ടി കാണുമായിരിക്കും. ഓക്കെ, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു നിങ്ങളുടെ വ്യൂവും എഫേർട്ടും എടുത്ത് നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. പക്ഷേ ഇവിടുന്ന് താഴോട്ടും പൊട്ടിപ്പോകുന്നുള്ള കാര്യം എനിക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. കാരണം മാർക്കറ്റ് റിവേഴ്സിങ്. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളെ ഇവിടെ ഒരു സംഭവം ഞാൻ കാണിച്ചിരുന്നത് നിങ്ങളെ. ഈ ഒരു ക്യാൻഡിൽ കണ്ടോ? ഇതിനെ ട്രാപ്പ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാൻഡിലാണ്, ഞാൻ പറഞ്ഞ ക്യാൻഡിലാണ് ട്രാപ്പ് ക്യാൻഡിൽ. കാരണം എന്താ? ഇവിടുന്ന് ഒരു വലിയൊരു ക്യാൻഡിൽ, ഒരു ബോഡി, നല്ല ഫുൾ ബോഡി ഉള്ളൊരു ക്യാൻഡിൽ അങ്ങോട്ട് കാണിച്ചു തന്നത് എന്താ അതിൻ്റെ അർത്ഥം? ഓക്കെ, മാർക്കറ്റ് പൊട്ടാൻ പോവുക. വരുന്നവരെല്ലാം കൂടെ ചാടിക്കറി എൻ്റെ മണ്ടയ്ക്ക് വീണു. എന്താണ്? ഇവിടുന്ന് പൊട്ടി നല്ലൊരു ഫുൾ ക്യാൻഡിൽ നമുക്കിവിടെ ക്ലോസിങ് കിട്ടി. ഇവിടുന്ന് മാർക്കറ്റ് പൊട്ടും, വന്ന പോലെ തന്നെ നേരെ തിരിച്ചു പോകും, ഇവിടെ വരെ വരും എന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും ചാടിക്കറി ഇവിടെ പി എടുത്തു. നോക്കി, അടുത്ത ക്യാൻഡിൽ നേരെ മാർക്കറ്റ് തിരിച്ചു പോയി. എസ് എൽ അടിച്ചില്ല. നിങ്ങളുടെ എസ് എൽ ഇതിൻ്റെ മുകളിലായിരിക്കും. എസ് എൽ അടിച്ചില്ല, എന്തിലും ടെൻഷനായി ഇല്ലേ? അടുത്തത് ഡോജ് വന്നു. അടുത്ത ക്യാൻഡിൽ നിങ്ങളുടെ എസ് എൽ കൊലയോട് എടുത്തുകൊണ്ട് പോയി. അത് നോക്കിക്കേ, കൊലയോടെ നിങ്ങളുടെ എസ് എൽ എടുത്തുകൊണ്ട് പോയി. എസ് എൽ ഇട്ട് വെച്ചവർക്ക് മനസ്സിലായി പറഞ്ഞേ. അപ്പോൾ ഇതെന്ത് ചെയ്ത്? മൊത്തത്തിൽ ട്രാപ്പായി. ഈ കിട്ടിയ കാശ് ഇവിടെ കിട്ടി, ഇവിടുന്ന് ഇവിടം വരെ ഉണ്ടാക്കിയ കാശ് മുഴുവൻ ഈ ഒരൊറ്റ ട്രേഡിനകത്ത് നിങ്ങളുടെ പോയി. അപ്പോൾ ഇവിടുന്ന് ഒരു ട്രേഡ് കിട്ടി, ന്യായമായിട്ടുള്ളത് കിട്ടി, അന്നത്തെ പരിപാടി നിർത്തി വീട്ടിൽ പോകാനുള്ള നോക്കുന്നത്. പിന്നെ ആക്രാന്തം. ഈ ആക്രാന്തമാണ് ഏറ്റവും വലിയ ശാപം നിങ്ങളുടെ. മനസ്സിലായോ? ഈ ആക്രാന്തമാണ് ഏറ്റവും വലിയ ശാപം. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നു, ന്യായമായിട്ടുള്ളത് കിട്ടിയാൽ അതുകൊണ്ട് വീട്ടിൽ പോകാൻ നോക്കുക. നിങ്ങളുടെ ഒരു ദിവസം ശമ്പളം അല്ലെ 1.5 ദിവസം ശമ്പളം നിങ്ങൾ കണക്ക് കൂട്ടി വെക്കുക. 1,000 രൂപ അല്ലെ 1,500 രൂപ. ഞാനിന്ന് ജോലി ചെയ്താൽ എനിക്ക് 1,500 രൂപ കിട്ടും. 1,500 രൂപ മതി എന്ന് വെച്ച് നിങ്ങൾ വീട്ടിൽ പോകാൻ നോക്കുക. ഓക്കെ, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇവിടെ എല്ലാവരെയും പെടുത്തി നോക്കിയിട്ട് അതിന് ശേഷം മാർക്കറ്റ് വീണ്ടും ഇതുപോലെ വന്ന് ഇവിടെ ഇതാ നോക്കിക്കേ. അപ്പോൾ ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു ഇല്ലേ? ലോ ക്രിയേറ്റ് ചെയ്ത് ആ ലോയിൽ വന്ന് റീടെസ്റ്റ് എടുത്ത് മാർക്കറ്റ് നേരെ തിരിച്ചു പോയി. കണ്ടോ? റീടെസ്റ്റ് എടുത്ത മാർക്കറ്റ് നേരെ തിരിച്ചു. പക്ഷേ ഇവിടെ നമുക്ക് ട്രേഡ് ഇല്ല. ഇത് വിട്ടേരെ, ഇത് നമുക്ക് ട്രേഡേ ഇല്ല നമുക്കിവിടെ. ഞാൻ ജസ്റ്റ് അത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നാളെ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? ഓക്കെ, ഇനിയിപ്പോൾ നാളത്തെ കാര്യം നമുക്ക് നോക്കാം. ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ എന്തെങ്കിലും ഹാർഷായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അപ്പം നാളെ ഇനി എന്താണ്? ഇതൊന്ന് വിട്ടേരെ, അത് നമുക്ക് വേണ്ട. അപ്പോൾ നമുക്കിനിയും ചെയ്യാനുള്ള സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്ത് തന്നെ വന്നു മാർക്കറ്റ്. ഓക്കെ, നമ്മൾ എവിടെയാണോ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അവിടെ തന്നെയാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് ഇല്ലേ? ഇതാ നോക്ക്, അതേ റേഞ്ചിനകത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റേഞ്ച്.
വേറെ ഒന്നും എനിക്ക് മാറ്റാനില്ല. നമ്മൾ എത്ര 3-4 ദിവസം കൊണ്ടാണ് ഈ ലൈനിങ് കൊണ്ട് നടക്കുന്നത്, ഇല്ലേ? ശരിയല്ലേ പറഞ്ഞത്? നമ്മൾ കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് ഇതേ ലൈനിങ് കൊണ്ടാണ് തെക്ക് വടക്ക് നടക്കുന്നത്. ഓക്കെ, ഈ ലൈനിങ് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. കറക്റ്റ് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, കറക്റ്റ് ചെയ്യാനുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ വെക്കാം. അടുത്ത സെറ്റപ്പ് ഇതാ. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ വെക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഒരു സപ്പോർട്ടുണ്ട് ഇതിന്. നമുക്കൊന്ന് പുറകോട്ട് നോക്കാം ഇവിടെ എന്തെങ്കിലും ഉണ്ടോന്ന്. ഇതെന്തെങ്കിലും എവിടെയെങ്കിലും റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടോ നമുക്ക് നോക്കണ്ടേ. ഒരു 45 മിനിറ്റ്സിലോട്ടൊന്ന് മാറ്റി നോക്കാം. ആ ലൈൻ ഉണ്ട്, കണ്ടോ? നമ്മൾ കറക്റ്റ് ചെയ്തപ്പോൾ നോക്കിക്കേ, ഇത് ഇവിടെയൊക്കെ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഉദ്ദേശങ്ങൾ വളരെ കറക്റ്റാണ്, ക്ലിയറായി. അപ്പോൾ ഇനി കൂടുതൽ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ റേഞ്ച്. ഓക്കെ, ഈ റേഞ്ചിനകത്ത് നിന്ന് എങ്ങോട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക. ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടും ശേഷം മാത്രം ട്രേഡ് ചെയ്യുക. താഴോട്ട് ഞാൻ ഇന്നും അതുപോലെ തന്നെ 78788 ഞാൻ ഇന്നലെ പറഞ്ഞു നിങ്ങളോട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ഈ ലൈൻ വരച്ചപ്പോൾ നിങ്ങളോട് ഇന്നലെ എന്തോ പറഞ്ഞത്? ഞാൻ വലിയ വലിയവനാണെന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ ഇന്നലെ ഈ ലൈൻ വരച്ചപ്പോൾ ഞാൻ ഈ ഒരൊറ്റ ലൈനേ വരയ്ക്കുന്നുള്ളൂ, ഇതിന് താഴോട്ട് മാർക്കറ്റിൽ പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു. എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ ഒരൊറ്റ ലൈനേ വരച്ചുള്ളൂ. ശരിയല്ലേ? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ ആ പറഞ്ഞ ഡയലോഗ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഓക്കെ, അപ്പം ആ ഒരു ലൈൻ തന്നെ ഇപ്പോഴും ഇന്നും അങ്ങനെ തന്നെ നിലനിർത്തുന്നു. നാളെ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ബാക്കിയെല്ലാം ഇവിടെ കിടപ്പുണ്ട്. ബാക്കി വരകളൊന്നും മാറ്റേണ്ട. നിങ്ങൾ ഈ ഒരൊറ്റ വര മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ബാക്കിയെല്ലാം സിമ്പിളാണ്. പിന്നെ ഇനി നാളത്തെ കാര്യം പറയാം. നാളെ ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങിനുള്ള സാധ്യത ഉണ്ട്. നിലവിൽ നോക്കട്ടെ, നാസ്ഡാക്ക് 200 പോയിൻ്റ് നെഗറ്റീവാണ്. പക്ഷേ ഇന്ന് ഒരു പോസിറ്റീവ് വാർത്തകൾ US മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബലി അത് ഇമ്പാക്റ്റ് ഉള്ളൊരു ന്യൂസുകളാണ്. അതായത് പുടിനുമായിട്ട് സംസാരിച്ച് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും 2 രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗുകൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നിർത്താൻ വേണ്ടി അവർ കുറേ പരിശ്രമിക്കും എന്നൊക്കെ കുറേ ഡയലോഗുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊരു പോസിറ്റീവ് ന്യൂസാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഉക്രൈൻ റഷ്യ യുദ്ധത്തിനൊരു പരിസമാപ്തി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ അതൊരു പോസിറ്റീവ് ട്രിഗറാണ്. എനിവേ, എന്തായാലും അത് കൂടുതൽ സംസാരിച്ചതിനെ പറ്റി വഷളാകുന്നില്ല. നാളെ ഇനിയും നമ്മളുടെ മോഡിയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയുണ്ട്. അതിനകത്തിൽ എന്തൊക്കെയാണ് ഇനി പറയുന്നത്, കെട്ടിപ്പിടിച്ച് ഇനിയും വല്ല പോസിറ്റീവ് ഡയലോഗ് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അതും മാർക്കറ്റിനൊരു നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനൊരു പുത്തൻ ഉണർവേകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് 24,000 ഒക്കെ കാണാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, എനിവേ കൂടുതൽ പറഞ്ഞ് ഞാൻ സമയം ദീർഘിപ്പിക്കുന്നില്ല. അപ്പം ഇതാണ് നാളത്തെ അവസ്ഥ. അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. ഞാൻ ഈ പറഞ്ഞത് തന്നെ ശ്രദ്ധിച്ച് ചെയ്യുക. അനുസരണം, ഞാൻ വീണ്ടും പറയുന്നു, അനുസരണം യാഗത്തെക്കാളും നല്ലത്. അനുസരിക്കുക. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.